ചേമഞ്ചേരി പൂക്കോട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ തിരുവങ്ങൂര് ഭാഗത്താണ്. തിരുവങ്ങൂര് ഭാഗത്ത് കുറച്ച് റോഡുകളൊക്കെ തകർന്നു പോയി. അതിനുശേഷം വീണ്ടും വർക്കുകളൊക്കെ നടന്നിരുന്നത് ആ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് ഇതിലെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഈ സർവീസ് റോഡിന്റെ ഭാഗത്തൂടെ ആയിരുന്നു വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നത്. ഇപ്പം ഇതിലെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ലൈൻ മാർക്കിംഗ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഭാഗത്ത് ചെറിയ എന്തോ വർക്കുകളൊക്കെ ഇനിയും ഉണ്ട് ബാക്കി. അതുപോലെ തിരുവങ്ങൂര് വരുന്ന അണ്ടർപാസിന്റെ ആ ഭാഗത്തും വർക്കുകൾ ചെറിയ രീതിയിലൊക്കെ ജോയിന്റിങ്ങിന്റെ വർക്കുകളൊക്കെ വരാനുണ്ട്. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞ് വാഹനങ്ങൾ പോവാം. കണ്ടില്ലേ, ഈ ക്രാഷ് ബാരിയർ വരുന്ന ഈ ഭാഗത്തുള്ള ടാറിങ് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ട് തന്നെ എടുത്തു മാറ്റി ഇവിടെ ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഇവിടെ ഒരു വ്യത്യസ്തമായ ഡിസൈനിലാണ് ഹൈവേ വരുന്നത്. കണ്ടില്ലേ, 2 തട്ടായിട്ടാണ് വരുന്നത്. കുറച്ച് ഈ സൈഡിൽ വരുന്നത് കുറച്ച് ഉയർന്നുള്ള ഒരു ഭാഗമാണ്. ഇവിടെ കുറച്ച് താഴ്ന്നൊരു ഡിസൈനിലാണ് വരുന്നത്. അവിടെയാണ് നമ്മുടെ ഇതൊക്കെ വരുന്നത്, അണ്ടർപാസ് ഒക്കെ വരുന്നത്. അണ്ടർപാസിന്റെ ആ ഭാഗത്ത് കുറച്ച് ജോയിന്റിങ്ങിന്റെ വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന മണ്ണ് നിറച്ചൊരു ഭാഗമാണ് ഈ കാണുന്ന ഈ ഹൈവേ. ഇവിടുന്ന് ആ ജോയിന്റിങ്ങിന്റെ ഭാഗത്തായിരുന്നു പൊട്ടിപ്പോയത്, ഹൈവേ തകർന്നു പോയത്. അതിന് ശേഷമൊക്കെ ഇവിടെ വലിയ പ്രശ്നങ്ങളും ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി നല്ല രീതിയിൽ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങൾ ഇതിലെ തന്നെയാണ് കടന്നു പോകുന്നത്. ചെറിയ ചെറിയ ഫിനിഷ് വർക്കുകൾ ആണ് ഇനിയുള്ളത്. പെയിന്റിംഗ് ഒക്കെ ഈ അടുത്താണ് കഴിഞ്ഞത്. കാരണം നമുക്ക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറെ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് തെരഞ്ഞെടുപ്പും റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നതും, പിന്നെ വീഡിയോ എടുക്കാൻ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ വളരെ വ്യൂ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതാണ് വരുന്നത് അണ്ടർപാസ് വരുന്ന ഭാഗത്ത്. ഇവിടെ ക്രാഷ് ബാരിയറുകൾ ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഇതാണ് താഴ്വശത്തേക്കുള്ള ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ നമുക്കിനി സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ എന്താണ് നോക്കാം. ആ ഭാഗത്തൊക്കെ വർക്കുകൾ, ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ള ഹോളുകളൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൊക്കെ കുറേ മണ്ണും കല്ലൊക്കെ ഉണ്ട്, അതൊക്കെ നീക്കാനുണ്ട്. അങ്ങനെയുള്ള ഫിനിഷിങ് വർക്കുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്ന അതിന് വേണ്ടത്ര ഒരു വ്യൂ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് വലിയ വീഡിയോ ഒന്നും എടുക്കാൻ ശ്രമിക്കാത്തത്. വലിയ ചിലവായിട്ടുണ്ട്. ഇപ്പോൾ ഡീസലിനൊക്കെ എണ്ണക്കും പെട്രോളിനൊക്കെ വില കൂടിയതും, പിന്നെ ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് കാഴ്ചക്കാരില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതാണ് അവിടുന്ന് ഇങ്ങനെ ചെറിയൊരു കാഴ്ചയാണ് കേട്ടോ. വാഹനങ്ങൾ ഇങ്ങനെ കയറി വരുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടൊരു ചെറിയൊരു കയറ്റുണ്ട്. ഹൈവേയിൽ കയറ്റം വളരെ കുറവാണ്, എന്നാലും ഇവിടെ നമുക്ക് വലിയൊരു കയറ്റായി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെയാണ് നോക്കുക. ആ ഭാഗത്ത് ഇതാണ് സർവീസ് റോഡിൻ്റെ ഭാഗം. സർവീസ് റോഡ് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ കാണാം നമുക്ക് ഇവിടെ. ഇതിൻ്റെ തൊട്ടടുത്തായിരുന്നു നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു കലോത്സവത്തിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു ഇവിടെ പൊട്ടി വീണത്. ആ സമയത്തൊക്കെ വലിയ ബ്ലോക്കായിരുന്നു. സ്കൂളിലെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു വലിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് നമ്മളിവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ഇവിടെയാണ് അണ്ടർപാസ് വരുന്നത്. അണ്ടർപാസിൻ്റെ ഉള്ളിലോട്ട് വാഹനങ്ങൾ കടന്നു പോകേണ്ട. ഈ ഭാഗത്തൊക്കെ നല്ല ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഈ റോഡിൻ്റെ സൈഡിൽ വരുന്ന ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ നിറയെ മണ്ണുണ്ട്, കല്ലുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ പെയിന്റ് ചെയ്തതൊക്കെ ഒന്നും ഒരു വൃത്തിയായിട്ടില്ല, കണ്ടില്ല, ക്ലിയർ ആയിട്ടില്ല, അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അത് വീണ്ടും ചെയ്യുമെന്നാ തോന്നുന്നത്. മഴയൊക്കെ ഉള്ള സമയത്ത് പെയിന്റ് ചെയ്താണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊന്നും ലൈറ്റ് ക്ലിയർ ആയിട്ടില്ല എന്നാ തോന്നുന്നത്. ലൈറ്റിൻ്റെ ഈ വയറുകളൊക്കെ പുറത്ത് ചാടി കിടക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കാണാം നമുക്ക്. ഇതാണ് തിരുവങ്ങൂര് ഹയർ സെക്കൻഡറി സ്കൂള്. സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. ക്ലാസ്സൊക്കെ തുടങ്ങിയോ?
അറിയില്ല, പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ വന്നതായിരിക്കും. ഇതാണ്, ഈ ഭാഗത്താണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. ഹൈവേയിലൂടെ വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുൻവശത്ത് കുറച്ച് അപ്പുറത്തൊന്ന് നോക്കാം. ഇതാണ് തിരുവങ്ങൂര് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വേഗത്തിൽ വർക്ക് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ വലിയ ബ്ലോക്കായിരിക്കും. അത് കുറേ ഭാഗത്ത് ഇതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഹൈവേൻ്റെ വർക്കുകൾ കഴിഞ്ഞാലും മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞെങ്കിലും സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ കുറേ ഇനിയും വർക്കുകളൊക്കെ ചെയ്യാനുള്ളതുണ്ട്. അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ പേര് കമൻസ് ഒക്കെ എഴുതി അറിയിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്കൊന്നും അത്ര കറക്റ്റായിട്ട് അറിയണമെന്നില്ല. നിങ്ങളാണ് കൂടുതൽ അറിയുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ കമൻസിലൂടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ തുടർന്നും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഭാഗങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ചേമഞ്ചേരി ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ നോക്കുമ്പോൾ റോഡിൻ്റെ ഭാഗത്തെ സൈഡിലൊക്കെ കാണുന്നത് മണ്ണ് കൂടി കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാനുള്ള ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ള. ഈ ഭാഗത്ത് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഇനി കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയണേ, നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, എതിർദിശയിലേക്ക് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാതിരിക്കാനുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീൽഡ് വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഫ്ലഷ് ബാരിയറുകൾക്ക് ഹൈറ്റ് കുറവാണ്, എന്നാലും അതുപോലുള്ള ഷീൽഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പച്ച കളറിൽ കാണാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നു. അതൊക്കെ ഈ ഭാഗത്തും ഇതുപോലെ സെൻട്രലിലുള്ള ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലുള്ള മണ്ണ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ ബാക്കിയുണ്ട്. ചേമഞ്ചേരി പൂക്കോട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഈ അണ്ടർപാസിന്റെ മുകളിൽ വരുന്ന ഭാഗത്ത് ഇപ്പോഴും ക്രാഷ് ബാരിയറിന്റെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്. ഇവിടെ ആ ഒരു വണ്ടിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ചെയ്ത ആ ഭാഗം തന്നെ അതുപോലെ കിടക്കാണ്. ഇവിടെ വാഹനങ്ങൾ വരുമ്പോൾ ഒന്ന് ചാടിയാണ് പോകുന്നത്. ഇവിടെ എന്തോ ഇനി ഇതിൻ്റെ മുകളിൽ ടാറിങ് ഒക്കെ ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. ഇതാണ് പൂക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡും ഈ ഭാഗത്തുള്ള ഒരു റോഡും ഭാഗങ്ങളൊക്കെ കാണാം, അങ്ങാടിയൊക്കെ കാണാം. കണ്ടില്ല, ഈ ഭാഗത്താണ് ഇനി ക്രാഷ് ബാരിയറിന്റെ വർക്ക് ചെയ്യാനുള്ളത്. ഇവിടെ വെള്ളത്തിന്റെ എന്തോ ഒരു ട്രോളിയാണ് ഇട്ടത്, വണ്ടിയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ച്. ഈ ഭാഗത്ത് ഒരു താഴ്ന്ന് കിടക്കുന്ന പോലെയാണ്. ടാറിങ് വരാനുണ്ട്. അവിടം വരെയാണ് ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്ത് കാണാം. ആ ഭാഗത്ത് അത്രയും ഭാഗത്തേക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെയും ഇതുപോലെ ഒരു റീവർക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുണ്ട്. വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ഒരു കറക്റ്റായിട്ടല്ല കിടക്കുന്ന ഇതിൻ്റെ ഒരു പൊസിഷനൊന്നും. അപ്പോൾ ഇനി സൈഡിൽ വരികയാണെങ്കിൽ ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇതാണ് സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് വീണ്ടും കാണിക്കണേ. കണ്ടില്ലേ, ഇവിടെയാണ് ഈ പച്ച ഷീൽഡുകളൊക്കെ കൊടുത്ത ഭാഗം. അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ചേമഞ്ചേരി ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. ഇതുപോലെ കാസർഗോഡ് ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, വളരെ ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യുക. തുടർന്നുള്ള യാത്രാ വീഡിയോകളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.